Hi dear friends, Assalamu alaikum. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പാനിപൂരിയുടെ റെസിപ്പി ആയിട്ടാണ്. വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ പുറത്തുനിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിലും ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് റവ എടുത്തിട്ടുണ്ട്. 1 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ മിക്സിയുടെ പൊടിക്കുന്ന ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം. ഒരുപാട് അങ്ങ് പൊടിഞ്ഞു കിട്ടില്ല, റവ ആയതുകൊണ്ട് കുറച്ചൊന്ന് പൊടിച്ചാൽ മാത്രം മതി. വലിയ തരിയൊക്കെ ഒന്ന് മാറ്റി കിട്ടണം. അപ്പോൾ റവ പൊടിച്ചിട്ട് ഞാനൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 നുള്ളു പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കാം. ഓയിൽ ചേർത്തിട്ട് ഈ റവ നന്നായിട്ട് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ബ്രെഡ് ക്രംസ് ഒക്കെ മിക്സ് ചെയ്യുന്ന പോലെ തന്നെ കിട്ടും. നമ്മളിത് ഓയിലുമായിട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കുമ്പോൾ നല്ലപോലെ തന്നെ കൈകൊണ്ട് ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് നല്ല തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല ചൂടോടെ തന്നെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ ഈ റവ നന്നായിട്ടങ്ങ് സോക്കായിട്ട് നമുക്കിത് കുഴച്ചെടുക്കാനും വളരെ ഈസി ആയിരിക്കും. നമ്മൾ ഉണ്ടാക്കുമ്പോൾ പാനിപൂരി നന്നായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതേപോലെ ഞാൻ നന്നായിട്ട് നനച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. മൈദ ചേർത്തിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നല്ലപോലെ കുഴച്ചെടുക്കണം. അപ്പോൾ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണൊക്കെ നല്ല ചൂടോടെ തന്നെയുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. റവ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ വെള്ളമൊക്കെ അങ്ങ് വലിച്ചെടുക്കും. അപ്പോൾ ഒന്നുകൂടി ഒന്ന് ഹാർഡായിട്ട് വരും. അതുകൊണ്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇതേപോലെ കുഴച്ചെടുക്കണം. എന്നിട്ട് ഇതൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഇനി ഇതിലേക്കുള്ള ഗ്രീൻ ചട്നി റെഡിയാക്കാനായിട്ട് ഞാനിവിടെ ഒരു കൈപ്പിടി നിറയും മല്ലിയിലയും അതേപോലെ തന്നെ പുതിനയിലയും 1 പച്ചമുളകും ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇതിനി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ പൊടിക്കാൻ ഉപയോഗിക്കുന്ന ചെറിയ ജാറാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഇനി ഒരു ചെറിയൊരു പുളി കിട്ടാനായിട്ട് 1 ടീസ്പൂൺ നാരങ്ങ നീര് കൂടി ചേർക്കുന്നുണ്ട്. കുറച്ച് മാത്രം വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് എരിവിനനുസരിച്ചിട്ട് മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കണം. ഒരു 2 നുള്ളു കായപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി എരിവനുസരിച്ചിട്ട് മുളക് പൊടി ചേർക്കാം. ഞാനൊരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചാട്ട് മസാലയാണ് ചേർക്കുന്നത്. ഒരു 1/4 ടീസ്പൂണോളം ചാട്ട് മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ കുറച്ച് ഒരു 2 നുള്ളൊക്കെ ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് മാറ്റി വയ്ക്കാം. ഒരു ബൗളിൽ 1/2 കപ്പ് പുളിവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി 3 ടേബിൾ സ്പൂൺ പൊടിച്ച ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് പിന്നീട് നോക്കിയിട്ട് മധുരം അഡ്ജസ്റ്റ് ചെയ്താൽ മതി. എരിവനുസരിച്ചിട്ട് മുളക് പൊടിയും ഒരു 2 നുള്ളു കായപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും ചാട്ട് മസാല കൂടി ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. അപ്പോൾ ഉപ്പും അതുപോലെ മധുരവും ഒക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് അതും മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള ഒരു പൊട്ടറ്റോയുടെ മിക്സ് ഉണ്ടാക്കണം. അപ്പോൾ അതിനായിട്ട് ഉരുളക്കിഴങ്ങ്, ഒരു വലിയ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ചിട്ട് ഒടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു പകുതിയോളം സവാളയും കുറച്ച് വെളുത്ത കടല നന്നായിട്ട് വേവിച്ചിട്ടുള്ളതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കടല ഇല്ലെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ചെറുപയർ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതിലേക്ക് ചാട്ട് മസാലയും കായത്തിൻ്റെ പൊടി ഒരു നുള്ളു മാത്രമേ ചേർത്തിട്ടുള്ളൂ. ആവശ്യത്തിന് മുളക് പൊടി ചേർക്കാം. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഒരു 2 സ്പൂണൊക്കെ മല്ലിയില മതി. അത് നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ് ചേർത്തിട്ടുള്ളത്.
അപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി പാനിപ്പൂരിക്കുള്ള ആ ഒരു പൂരി റെഡിയാക്കാനായിട്ട് മാവ് ഇപ്പോൾ നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിനി ഒന്ന് പരത്തിയെടുക്കണം. നല്ലപോലെ തന്നെ ഒന്ന് പരത്തിയിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം റൗണ്ട് ഷേപ്പിൽ. അപ്പോൾ ഇതെല്ലാം പരത്തിയെടുത്തിട്ടുണ്ട്. ഇതേപോലുള്ള ഏതെങ്കിലും ചെറിയ ഗ്ലാസിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ബോട്ടിലിൻ്റെ അടപ്പൊക്കെ വെച്ചിട്ട് ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ പരത്തിയിട്ട് എടുത്തിട്ടുണ്ട്. ഈ ഒരു അളവിൽ എനിക്ക് 33 പൂരിയാണ് റെഡിയാക്കിയിട്ടുള്ളത്. ഇനി ഇതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിനും ലോ ഫ്ലെയിമിനും ഇടയിലാക്കി വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഓരോ പൂരി വെച്ചിട്ടാണ് ഞാൻ ഇത് ഫ്രൈ ആക്കി എടുക്കുന്നത്. എന്നിട്ട് എണ്ണ ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുമ്പോൾ നന്നായിട്ട് ഇത് വീർത്ത് വരും. എന്നിട്ടൊന്ന് മറിച്ചുകൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാം കൂടെ ഒന്നിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് കിട്ടില്ല. അതുകൊണ്ട് ഓരോന്നോ അല്ലെങ്കിൽ 2 എണ്ണം വെച്ചിട്ടോ ഫ്രൈ ആക്കി എടുക്കാം. ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. ഇല്ലെങ്കിൽ നമ്മളിത് പിന്നീട് ഇതിലേക്ക് ആ പൊട്ടറ്റോയുടെ മിക്സൊക്കെ ഇതിൻ്റെ ഉള്ളിലായിട്ട് ഇട്ട് കൊടുക്കാനായിട്ട് അത് പൊട്ടിച്ചെടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടല്ലെങ്കിൽ നന്നായിട്ട് വരില്ല. ഈ ഒരു ഗ്രീൻ ചട്നിയിലേക്കും അതുപോലെ ഈ പുളി ചേർന്നിട്ടുള്ള ആ ഒരു വാട്ടറിലേക്കും നമ്മൾ കുറച്ച് ബൂന്തി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടലമാവ് വെച്ച് റെഡിയാക്കിയിട്ടുള്ള ബൂന്തിയാണ്. ഇനി ഓരോ പൂരിയും എടുത്തിട്ട് ഇതേപോലെ ഒന്ന് പൊട്ടിച്ചിട്ട് ഈ മിക്സ് ചേർത്ത് കൊടുക്കാം. പൊട്ടറ്റോയുടെ മിക്സാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്കിനി ഗ്രീൻ ചട്നിയുടെ വെള്ളവും അതുപോലെ പുളിയുടെ വെള്ളവും ചേർത്ത് കൊടുക്കും. ഇതിലേക്ക് കുറച്ച് സേവ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ മിക്സ്ചറൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സേവനാഴിയിൽ ചെയ്തെടുക്കുന്ന ഒരു സേവാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുന്ന കാര്യം മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്